ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഇംപ്ലൈസ് ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. അപ്പം എന്താണ് സംഘാടനം, എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഓർഗനൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് പറയും അല്ലേ, ക്ലാസ് ലീഡറിനോട് പറയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുട്ടിയോട് പറയും, ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷൻ നീ നല്ല രീതിയിൽ എല്ലാവരെയും ചേർത്ത് ഓർഗനൈസ് ചെയ്യണം അല്ലെ, നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യണം എന്ന് പറയും. അതിനർത്ഥം എന്താണ്? എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ അല്ലെ, എല്ലാ കാര്യങ്ങളും അല്ലെ ആ ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതാണ് ഒരു സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓർഗനൈസറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് സംഘാടനം? നമുക്കറിയാം അല്ലെ, ഉൽപാദനത്തിന് പ്രൊഡക്ഷന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, കുറേ ഘടകങ്ങളുണ്ട് അല്ലേ. നമുക്ക് ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട് അല്ലേ. അപ്പം ഇതിനെയൊക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെ, നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുക. എല്ലാം നല്ല രീതിയിൽ ഫങ്ഷനിങ് അല്ലേ, പ്രോപ്പറായിട്ട് നടക്കുന്നില്ലേ, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ, എല്ലാം നല്ല രീതിയിൽ നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തലാണ് എന്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘാടനം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ കോർഡിനേഷൻ ആണ് അല്ലേ, നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക. എന്തിനൊക്കെ? ദ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭൂമിയെയും തൊഴിലിനെയും ദെൻ വാട്ട് നമ്മുടെ ക്യാപിറ്റൽ അല്ലെ മൂലധനത്തിനെയും ഒക്കെ നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിച്ച് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉൽപാദനത്തിന് വേണ്ടി അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് സംഘാടനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? The person who coordinates is called an organizer or entrepreneur അല്ലേ. അപ്പോൾ ഈ ഓർഗനൈസേഷൻ അല്ലെ സംഘാടനം ഇത് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടാവും അല്ലെ, നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യണ്ടേ. ഇപ്പം നിങ്ങളോട് തന്നെ നിങ്ങളുടെ ടീച്ചർ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കാനായിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അമ്മമാർ പറയും നിങ്ങളുടെ അടുത്തല്ലേ. അപ്പം എന്താ ചെയ്യണ്ടേ? അപ്പം നിങ്ങൾ ആരായി? ഓർഗനൈസറായി അല്ലെ. എല്ലാം നല്ല രീതിയിൽ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവർ ആരാണ്? ഒരു ഓർഗനൈസറാണ്, ഒരു സംഘാടകൻ അല്ലെങ്കിൽ ഒരു സംഘാടകയാണ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് സംരംഭക അല്ലെങ്കിൽ സംരംഭകൻ ഓൺട്രപ്രോണർ എന്നും പറയാം. ഓക്കെ ആയോ? എന്താണ് ഒരു ഓർഗനൈസേഷൻ, എന്താണ് ഒരു ഓർഗനൈസർ എന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, എന്താ ഈ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ കാണുന്നത്? എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് അല്ലെ, നമ്മുടെ അവസാനത്തെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കണം ഒരു പ്രൊഡക്ഷൻ്റെ? പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സിനൊക്കെ ഉൾക്കൊള്ളിച്ച് ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ നടത്തിയിട്ട് നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ അൾട്ടിമേറ്റ് മോട്ടീവ് എന്താണ്? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക അല്ലെ, ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ അൾട്ടിമേറ്റ് മോട്ടീവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ലഭിക്കണം അല്ലെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്, എന്തൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സസും ഫാക്ടേഴ്സും ആണ് അതിൻ്റെ ഇടയിൽ നടക്കുന്നത്? എന്തൊക്കെയാണ്? ലാൻഡ് വേണം അല്ലെ, നമുക്ക് ഭൂമി വേണം അല്ലെ, അതുപോലെ തന്നെ ലേബർ അല്ലെ, തൊഴിൽ വേണം അല്ലെ, നമുക്ക് തൊഴിലാളികൾ വേണം, അവർ നല്ല രീതിയിൽ തൊഴിൽ ചെയ്യണം, ലേബർ നടക്കണം അല്ലെ. പിന്നെ നമുക്ക് ഈ ലേബർ ചെയ്യാനായിട്ടുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് അല്ലെ, തൊഴിലിന് വേണ്ടിയിട്ടുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് ഉപകരണങ്ങളൊക്കെ വേണം. അതിന് അതൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ വേണം അല്ലെ, ഒരു മൂലധനം വേണം, സീഡ് മണി വേണം അല്ലെ. ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് ഫ്ലറിഷ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ക്യാപിറ്റൽ വേണം. എക്സ്പെൻസ് ഉണ്ട് അല്ലെ, എക്സ്പെൻഡിച്ചർ ഉണ്ട്, ചെലവുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ലേബറേഴ്സിന് നമ്മൾ വേജ് അല്ലെങ്കിൽ സാലറി ഒക്കെ കൊടുക്കണം, കൂലി ശമ്പളമൊക്കെ കൊടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ക്യാപിറ്റൽ വേണം അല്ലേ. ഓക്കെ, സോ ഇതിനെയൊക്കെ നല്ല രീതിയിൽ ഉൾക്കൊള്ളിക്കണം അല്ലെ, നല്ല രീതിയിൽ ഇതിന് മൂന്നിനെയും നല്ല രീതിയിൽ ആരാണ് കൊണ്ടുപോകുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓർഗനൈസറാണ്. അതായത് ഓർഗനൈസേഷൻ സംഘാടനം വഴിയാണ് ഒരു സംരംഭകൻ അല്ലേ അല്ലെങ്കിൽ ഒരു സംഘാടകൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഒരു പ്രൊഡക്ഷൻ അല്ലേ. ഓൾ റൈറ്റ്, അങ്ങനെ പ്രൊഡക്ഷൻ നടക്കുന്നു അല്ലേ. അങ്ങനെ പ്രൊഡക്ഷൻ നടന്നിട്ട് എന്തുണ്ടാവുന്നു? ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നു, ഒരു ഉൽപ്പന്നം നമുക്ക് ലഭിക്കുന്നു. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഈ ഫാക്ടേഴ്സിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതെന്ന് ക്ലിയർ ആയോ? ഓക്കെ, സോ
Do you now realize that the organizer plays a very vital role in the production process? അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ, ഒരു ഓർഗനൈസറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്? അല്ലെ, ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രോണർ അല്ലെങ്കിൽ ഒരു സംഘാടകൻ ഇവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? എല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണം, അല്ലെ, നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഓരോന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ലേ, എഫിഷ്യൻ്റ് അല്ലേ, ഫങ്ഷനിങ് അല്ലേ എന്ന് ഉറപ്പ് വരുത്തണം, അല്ലെ, എൻഷുർ ചെയ്യണം. സോ അതിനാരാ വേണ്ടത്? ഒരു ഓർഗനൈസർ വേണം, ഒരു ഓർഗനൈസേഷൻ വേണം, അല്ലെ? ക്ലിയർ ആയോ? ഓക്കെ. സോ ഇനി നമ്മൾ പഠിച്ചിരുന്നു, അല്ലെ, നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഓരോ ഫാക്ടേഴ്സിനും എന്ത് ലഭിക്കുന്നുണ്ട്? ഒരു റിവാർഡ് ലഭിക്കുന്നുണ്ട്, അല്ലെ, ഒരു പ്രതിഫലം ലഭിക്കുന്നുണ്ട്, അല്ലെ? അപ്പോൾ ഒരു ഓർഗനൈസർ, അല്ലെ, ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസർ, അല്ലെ, ഒരു സംഘാടകൻ അല്ലെങ്കിൽ ഒരു സംരംഭകന് എന്താണ് വരുമാനമായിട്ട് കിട്ടുന്നത്? എന്താണ് കിട്ടുന്ന ഒരു റിവാർഡ്? എന്താണ്? പ്രോഫിറ്റ് ആണ്, അല്ലെ? പ്രോഫിറ്റ് ആണ്, അതായത് ലാഭമാണ്, അല്ലെ? നമ്മളൊരു കച്ചവടം, ഒരു ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇതർ ലോസ് ഓർ പ്രോഫിറ്റ് കിട്ടും, അല്ലെ? പക്ഷെ നമുക്ക് എപ്പോഴും എന്താ ലഭിക്കുന്നത്? മെയിൻലി നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ എന്തും ചെയ്യുന്നത്? പ്രോഫിറ്റ് കിട്ടണം എന്ന് വെച്ചിട്ടാണ്, അല്ലെ? സോ ലാഭമാണ് നമുക്കൊരു ഓർഗനൈസറിന് ലഭിക്കുന്ന റിവാർഡ്. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ what is the objective of an organizer? അല്ലെ, ഒരു സംഘാടകൻ അല്ലെങ്കിൽ ഒരു സംഘാടകയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? അവരുടെ ഉദ്ദേശം എന്താണ്? അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? The objective of an organizer is to run an organization smoothly and to achieve entrepreneurial objectives. അല്ലെ, എന്താണ് ഒരു സംഘാടകയുടെ അല്ലെങ്കിൽ സംഘാടകന്റെ, സംരംഭകന്റെ അല്ലെങ്കിൽ ഒരു സംരംഭകയുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന് ഇറങ്ങി പുറപ്പെടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് പ്രൊഡക്ഷൻ പ്രോസസ്, അല്ലെ, ഒരു ഉൽപാദന പ്രക്രിയ നല്ല രീതിയിൽ നടക്കണം, അല്ലെ, സ്മൂത്ത് ആയിട്ട് നടക്കണം, അല്ലെ? നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു പ്രൊഡക്റ്റ്, അല്ലെ, ഒരു ഉൽപ്പന്നം നല്ല രീതിയിൽ സമൂഹത്തിനും കൂടി നല്ലതാവുന്ന ഒരു രീതിയിൽ ഒരു നല്ല കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണ്, അല്ലേ? അപ്പോൾ അത്തരം രീതിയിൽ നല്ല രീതിയിൽ ഒരു ഓൺട്രപ്രോണറിയൽ ഒബ്ജക്റ്റീവ്, അല്ലെ, എല്ലാം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നടക്കുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസറിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. Then, what are the responsibilities of an organizer in the production process? അല്ലെ, അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, ഉൽപാദന പ്രക്രിയയിൽ ഓർഗനൈസറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെ ഉത്തരവാദിത്തമായിട്ട് വരുന്നത്? എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണം, കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കണം, അല്ലേ? അപ്പോൾ എന്തൊക്കെയായിരിക്കും ഉത്തരവാദിത്തങ്ങൾ? നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണ്ടേ, അല്ലെ? ഓർഗനൈസർ എന്തായിരിക്കണം? നല്ലൊരു പ്ലാനർ ആയിരിക്കണം, അല്ലെ? എല്ലാം മുൻകൂട്ടി കണ്ട് ഓരോ ഫാക്ടേഴ്സും ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം, അല്ലെ? അല്ലെങ്കിൽ ഇവിടെ ഒരു ഡൗൺ വരാൻ പാടില്ല, അല്ലെ? അത്തരം രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് അടുത്തത് എന്താണെന്നൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഓർഗനൈസറിന് ഉണ്ട്, അല്ലെ? പിന്നെന്തൊക്കെയാണ്? കോർഡിനേറ്റർ ആണ്, അല്ലേ? എല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, കൂട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തണ്ടേ? ഓക്കെ. ദെൻ പ്രൊഡ്യൂസർ ആൻഡ് എ മാർക്കറ്റർ, അല്ലേ? അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ? അതിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ മണി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റർ, അല്ലെ? അത് മാർക്കറ്റിലെത്തി വിറ്റ് പോകുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തണം, അല്ലെ? മാർക്കറ്റിംഗ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കണം, അല്ലെ? ക്ലിയർ ആയോ? ഓക്കെ. Then, what are the factors that the organizer should coordinate? അല്ലെ, അപ്പോൾ ഒരു സംഘാടകൻ എന്തൊക്കെ കാര്യങ്ങളാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മുടെ എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യണം, അല്ലെ? എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ്? എന്തൊക്കെയാണ്? വാട്ട് ഓൾ ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? യെസ്, ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ, അല്ലെ? ഈ 3 ഫാക്ടേഴ്സിനെയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസറിൻ്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെ? അതാണ് സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെ? യെസ്. സോ ദ ഓർഗനൈസർ ഷുഡ് കോർഡിനേറ്റ് ദ ഫാക്ടേഴ്സ് ലൈക്ക് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ക്ലിയർ ആയോ?
യെസ്, നെക്സ്റ്റ്, ഹൗ ക്യാൻ ദ സ്കിൽ ഓഫ് എ കോർഡിനേറ്റർ ബി എൻഹാൻസ്ഡ്? എങ്ങനെയാണ് ഒരു കോർഡിനേറ്ററിൻ്റെ, അല്ലേ, അതായത് എങ്ങനെയാണ് ഒരു സംഘാടകൻ്റെ കഴിവുകളൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ പറ്റുന്നത്? എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാം, അല്ലെ, നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കാം, ദെൻ പരിശീലനം കൊടുക്കാം, അല്ലെ, ട്രെയിനിങ് കൊടുക്കാം, അല്ലെ. സോ നമുക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത്? ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പം നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെ, ഇവയൊക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റഡ് ആയിരിക്കണം, അല്ലെ. ഇവരുടെയൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യം, അല്ലെ. ഇപ്പം നല്ല രീതിയിൽ നമുക്ക് ഭൂമിയുണ്ട്, ലാൻഡ് ഉണ്ട്, പക്ഷെ ലേബർ ഇല്ല, തൊഴിൽ നടക്കുന്നില്ല. അപ്പോൾ വല്ല കാര്യമുണ്ടോ? പ്രൊഡക്ഷൻ നടന്ന് പ്രൊഡക്റ്റ് കിട്ടുമോ? കിട്ടില്ല, അല്ലെ. അപ്പം നമുക്ക് പ്രൊഡക്ഷൻ്റെ എല്ലാ ഫാക്ടേഴ്സും നല്ല രീതിയിൽ ഫങ്ഷനിങ് ആയിരിക്കണം, അല്ലെ. ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവ പ്രവർത്തിക്കണം. എന്നാലാണ് നമുക്ക് നല്ലൊരു ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? യെസ്. സോ ദ കോർഡിനേറ്റഡ് ഫങ്ഷനിങ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു പ്രൊഡക്ഷൻ, അല്ലേ. അപ്പോൾ പ്രൊഡക്ഷനിലോട്ട്, അല്ലേ, അല്ലെങ്കിൽ ഒരു ഉൽപ്പാദനം, അല്ലേ, ആ ഒരു പ്രക്രിയയിലോട്ട് എത്തി നമുക്ക് ഉൽപ്പന്നം കിട്ടണമെങ്കിൽ എല്ലാ ഫാക്ടേഴ്സിൻ്റെയും കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷനിങ് ഉണ്ടായിരിക്കണം. ഓൾ റൈറ്റ്. വിച്ച് ഇസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് റിസൾട്ട്സ് ഇൻ പ്രൊഡക്ട്സ്, അല്ലേ. അതെന്താണ്? അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്, അല്ലേ. അതൊരു നമുക്ക് സമ്പത്ത് നൽകുന്ന ഒരു പ്രവർത്തനമാണ്. ഓക്കെ. ദെൻ ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് പ്രൊഡക്ട്സ് ആർ എസെൻഷ്യൽ, അല്ലെ. നമുക്ക് മനുഷ്യർക്ക് പല രീതിയിലുള്ള പല തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്, നമുക്ക് ഓരോ ആവശ്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ ഓരോന്നിനും അതിൻ്റെതായ ഉൽപ്പന്നങ്ങൾ വേണ്ടേ? ഓരോന്നിനും നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഓരോ പ്രൊഡക്ട്സ് വേണം, അല്ലേ. ഓക്കെ. സോ ദിസ് മേക്സ് പ്രൊഡക്ഷൻ എ കണ്ടിന്യൂസ് പ്രോസസ്, അല്ലേ. നമുക്ക് എല്ലാ കാലത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് വേണം, നമ്മൾ അവയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, അല്ലേ. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിലെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുളിക്കാൻ സോപ്പ് വേണം, പഠിക്കാനായിട്ട് ബുക്സ് വേണ്ടേ? അപ്പോൾ നമുക്ക് 1-2 ബുക്ക് മാത്രം ഉണ്ടായാലും നമുക്ക് നമ്മുടെ ക്ലാസ് 5th ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ബുക്സ് വേണം, അല്ലെ, പേന വേണം, പെൻസിൽ വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ, അല്ലെ. നമ്മുടെ വീടുകൾക്കുള്ള ആവശ്യങ്ങളും കുറേ ഉണ്ട്, അല്ലെ. സ്കൂളുകൾക്കുള്ള ആവശ്യം, ഹോസ്പിറ്റൽസ്, അങ്ങനെ എന്തും ആയിക്കോട്ടെ, നമുക്ക് ആവശ്യങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുന്നില്ല, അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സും ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെ. പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലേ. അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ കൂടുന്തോറും ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയും കൂടുകയാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ എന്താണ് ഉൽപ്പാദനം? അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്, അല്ലെ. അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ക്ലിയർ ആയോ? എങ്ങനെയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് ആവുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. സോ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് ആവുന്നതെന്ന്. ഈ ഒരു സർക്കുലർ ഫ്ലോ നോക്കിക്കേ. നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, അല്ലേ, അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, അതെങ്ങനെയാണ് ഒരു ചാക്രിക രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയാലോ. യെസ്. അപ്പോൾ നോക്കിക്കേ, നമുക്കിവിടെ ഹൗസ് ഹോൾഡ് യൂണിറ്റും കാണാം, പ്രൊഡക്ഷൻ യൂണിറ്റും കാണുക, അല്ലേ. പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഉൽപ്പാദന യൂണിറ്റ് ആണ്, അല്ലേ. ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നതാണ്, അല്ലേ. ഹൗസ് ഹോൾഡ് യൂണിറ്റും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അതെന്താണ്? ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ആണല്ലേ. അപ്പോൾ അതെന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക? ഹൗസ് ഹോൾഡ് യൂണിറ്റിന്, ഗാർഹിക യൂണിറ്റിന്, ഓക്കെ, നമ്മുടെ വീടുകൾക്ക്, അല്ലെ. ഈ നമ്മുടെ ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമേഴ്സ് ആണ്, അല്ലേ. അതായത് ഹൗസ് ഹോൾഡ് യൂണിറ്റ് അല്ലെങ്കിൽ ഗാർഹിക യൂണിറ്റ്, പ്രൊഡക്ഷൻ യൂണിറ്റ്, ഉൽപ്പാദന യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം കൺസ്യൂം ചെയ്യുന്നവരാണ്, ഉപയോഗിക്കുന്നവരാണ്, ഉപഭോക്താക്കളാണ് ഹൗസ് ഹോൾഡ് യൂണിറ്റ് അല്ലെങ്കിൽ ഗാർഹിക യൂണിറ്റ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഗുഡ്സും സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലേ. കുറേ സാധനങ്ങളും സേവനങ്ങളും, അല്ലേ. ഗുഡ്സും സർവീസസും പ്രൊഡക്ഷൻ യൂണിറ്റ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഹൗസ് ഹോൾഡ് യൂണിറ്റിന്, ഗാർഹിക യൂണിറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലേ. അതുപോലെ തന്നെ റിവാർഡ്സും കൊടുക്കുന്നുണ്ട്, അല്ലേ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെ, ലാൻഡിനും ലേബറിനും ക്യാപിറ്റലിനും ഓർഗനൈസേഷനുമുള്ള പ്രതിഫലവും കൊടുക്കുന്നുണ്ട്. ഓൾ റൈറ്റ്. യെസ്. ഇനി ഇൻ ടേൺ ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കുന്നത്? എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കൊടുക്കുന്നുണ്ട്, അല്ലെ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനൊക്കെ പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കുകയാണ്. പ്രൊഡക്ഷൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സർവീസസും ഗുഡ്സും റിവാർഡൊക്കെ തരാനായിട്ട്. ഓക്കെ. ദെൻ
പിന്നെന്താണ്, പ്രൈസ് കൊടുക്കുന്നുണ്ട്, ഒരു വില അല്ലെ. നമ്മളിപ്പോൾ ഗുഡ്സും സാധനങ്ങളും സേവനങ്ങളൊക്കെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്, നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ഗുഡ്സൊക്കെ അല്ലേ. അപ്പോൾ അതിന് നമ്മളൊരു വില കൊടുക്കുന്നുണ്ട്, മാർക്കറ്റിൽ ഒരു വില കൊടുക്കുന്നുണ്ട്, ഒരു പ്രൈസ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് അതൊരു ചാക്രിക രീതിയിൽ, ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർക്കുലർ ഫ്ലോ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓൾ റൈറ്റ്. സോ here the production unit produces goods and services and the household unit consumes them. നമ്മൾ കണ്ടു അല്ലേ, പ്രൊഡക്ഷൻ യൂണിറ്റ് ഗുഡ്സും സർവീസസും ഹൗസ് ഹോൾഡ് യൂണിറ്റിന്, ഗാർഹിക യൂണിറ്റിന് കൊടുക്കുന്നു അല്ലെ. എന്നിട്ട് ഗാർഹിക യൂണിറ്റ് എന്ത് ചെയ്യുന്നു, അത് കൺസ്യൂം ചെയ്തിട്ട് അതിനുള്ള പ്രൈസ്, ഒരു വില പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കുന്നു. അങ്ങനെ നല്ല കാര്യക്ഷമമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു സർക്കുലർ ഫ്ലോ, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടക്കുന്നുണ്ട്. All right. Yes. So we have seen that the products are consumed to satisfy human wants and needs. അല്ലെ, അപ്പോൾ മനുഷ്യരുടെ ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും നിറവേറാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ട്സ് ഉള്ളത്, പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. ദെൻ ഹ്യൂമൻ വാണ്ട്സ് ആർ മെനി അല്ലെ. മനുഷ്യരുടെ ആവശ്യങ്ങൾ കുറേയാണ് അല്ലെ, അത് വേരിയഡ് ആണ്, പല ആവശ്യങ്ങളുണ്ട് നമുക്ക് അല്ലേ. വെൻ വി സാറ്റിസ്ഫൈ വൺ അനദർ എമേർജസ് അല്ലെ. നമ്മുടെ ഒരു ആവശ്യം, ഇപ്പം നോക്കിക്കേ, നമ്മളൊരു പെൻസിൽ വാങ്ങിച്ചു, ഓക്കെ, പെൻസിൽ വാങ്ങിച്ചു, അപ്പം നമുക്ക് പേന ആവശ്യമായി അല്ലെ, നമുക്ക് പേനയും ആവശ്യമുണ്ട് അല്ലേ. പെൻസിൽ കിട്ടി, അപ്പോൾ ഒരു പേന വേണം, ഓക്കെ. അപ്പോൾ മനസ്സിലായി, നമുക്കിനി ഒരു ബുക്ക് കൂടി വേണം, ഓക്കെ. ഒരു ബുക്ക് കിട്ടി, അടുത്ത സബ്ജക്റ്റിൻ്റെ വേറെ ബുക്ക് വേണം അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് എന്ന രീതിയിൽ തന്നെ നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാദറിനും മദറിനും അങ്കിളിനും ഗ്രാൻഡ് ഫാദേഴ്സ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, ഇവർക്കൊക്കെ, പിന്നെ ജോലിക്ക് പോകുന്ന മറ്റു ആൾക്കാർക്ക് അങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ടാവും അല്ലേ. ഓക്കെ. സോ വിത്ത് ചേഞ്ച് ഇൻ വാണ്ട്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൾസോ ചേഞ്ച് കറസ്പോണ്ടിങ്ലി and they need to be produced അല്ലേ. അപ്പം നമ്മുടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആവശ്യം, നമ്മുടെ ഒരു റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരു റിക്വയർമെൻറ്റ് വരുന്നു അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഗുഡ്സും സർവീസസും ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. ഒരു കാര്യത്തിന് നമുക്ക് ആവശ്യം ഒരു ഗുഡായിരിക്കും അല്ലേ, ഒരു സാധനമായിരിക്കും, പിന്നത്തെ വേറൊരു ആവശ്യത്തിന് വേറൊരു സാധനമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ആവശ്യമുള്ളതും ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് കറസ്പോണ്ടിങ്ലി അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് നിരന്തരമായിട്ട് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കണം ഗുഡ്സ് അല്ലേ. യെസ്. സോ അതുകൊണ്ട് തന്നെ ഉൽപ്പാദന പ്രക്രിയ എന്താണ് മക്കളെ? കണ്ടിന്യൂസ് ആണ് അല്ലെ, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, കണ്ടിന്യൂസ് ആണ്. ക്ലിയർ ആയോ? ഓൾ റൈറ്റ്. ദെൻ അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്താലോ? നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്തൊക്കെ ചെയ്യുന്നു, ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് വീണ്ടും ഒന്നൊരു ക്വിക്ക് റീക്യാപ്പ് എടുത്താലോ? യെസ്. സോ ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് സപ്ലൈസ് ദ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലേ. നമ്മൾ പഠിച്ചതാണ്, നമ്മൾ കണ്ടതാണ് അല്ലേ. ഒന്ന് നോക്കിക്കേ. യെസ് അല്ലേ, നമ്മുടെ ഹൗസ് ഹോൾഡ് യൂണിറ്റ് അല്ലേ, നമ്മുടെ ഗാർഹിക യൂണിറ്റ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഉൽപാദന യൂണിറ്റിന്, പ്രൊഡക്ഷൻ യൂണിറ്റിന് പ്രൊഡക്ഷൻ നടത്താനുള്ള ഫാക്ടേഴ്സ് അല്ലേ, നമ്മുടെ ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷനും ഒക്കെ, അതായത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ഹൗസ് ഹോൾഡ് യൂണിറ്റ്, ഗാർഹിക യൂണിറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കുന്നുണ്ട് അല്ലേ. യെസ്. ഇനി എന്താ ചെയ്യുന്നേ? In turn എന്താ സംഭവിക്കുന്നത്? The household unit is given rent, wages, interest, profit, etc. as reward by the production unit അല്ലേ. അപ്പം നമ്മുടെ ഹൗസ് ഹോൾഡ് യൂണിറ്റ് നോക്കിക്കേ, ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഫാക്ടേഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഫാക്ടേഴ്സിനും എന്തുണ്ട്? തിരിച്ച് റിവാർഡ് കിട്ടുന്നുണ്ട് അല്ലേ, തിരിച്ചൊരു പ്രതിഫലം ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ റിവാർഡ്സ് നമ്മൾ തിരിച്ചു കൊടുക്കും. പ്രൊഡക്ഷൻ യൂണിറ്റ് തിരിച്ച് ഹൗസ് ഹോൾഡ് യൂണിറ്റിന് എല്ലാ പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സിനും റിവാർഡ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്താണ്? ദ പ്രൊഡക്ഷൻ യൂണിറ്റ് സപ്ലൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് അല്ലേ.
പ്രൊഡക്ഷൻ യൂണിറ്റിന് നമ്മുടെ ഫാക്ടേഴ്സിനൊക്കെ ലഭിച്ചു അല്ലെ, ഒരു ഉൽപാദന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളൊക്കെ ലഭിച്ചു അല്ലെ. അപ്പൊ ഇനി പ്രൊഡക്ഷൻ നടത്താം അല്ലെ, പ്രൊഡക്ഷനൊക്കെ നടത്താനായിട്ട് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് തന്നെ റിവാർഡ് കൊടുത്തു അല്ലെ, റിവാർഡ് കൊടുത്തു. അവ പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? പ്രൊഡക്റ്റ് കിട്ടും അല്ലെ. പ്രൊഡക്റ്റ് എന്താണ്? ഗുഡ്സും സർവീസസും ആണ് അല്ലെ, കുറേ സാധനങ്ങളും സേവനങ്ങളും. ഓക്കെ, അത് ആർക്ക് കൊടുക്കുന്നുണ്ട്? ഹൗസ് ഹോൾഡ് യൂണിറ്റിന്, ഗാർഹിക യൂണിറ്റിന് പ്രൊഡക്ഷൻ യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? Yes, in exchange for the goods and services received, the household unit pays price to the production unit. അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? ഗുഡ്സും സർവീസസും പ്രൊഡക്റ്റ് കിട്ടി അല്ലെ, കുറേ സാധനങ്ങളും സേവനങ്ങളും കിട്ടി ഉൽപ്പന്നമായിട്ടല്ലേ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മളത് കൺസ്യൂം ചെയ്തു, നമ്മൾ ഉപഭോക്താക്കളായിട്ട് നമ്മളത് ഉപയോഗിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നത് തിരിച്ച്? എക്സ്ചേഞ്ച്. ഇൻ എക്സ്ചേഞ്ച് എന്താ കൊടുക്കുന്നത്? ഒരു വില അല്ലെങ്കിൽ ഒരു പ്രൈസ് നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന്? ക്ലിയർ ആയല്ലേ? യെസ്. സോ അപ്പൊ നോക്കിക്കേ, ഇതെന്താണ്? നമ്മൾ ക്വിക്കായിട്ടൊരു സമ്മറൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് ഒരു പ്രൊഡക്റ്റ് വേണം അല്ലെ, ഒരു ഉൽപ്പന്നം വേണം. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ ആവശ്യങ്ങളാണ്, എല്ലാം ഒരേപോലെ അല്ല, നമുക്ക് ഓരോ ആവശ്യങ്ങളാണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് വേണ്ട പ്രൊഡക്റ്റും ഡിഫറെൻ്റ് ആണ് അല്ലെ. ഓരോ ആവശ്യത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വേണ്ടത് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് കുറേ പ്രൊഡക്റ്റ് വേണം, കുറേ പ്രൊഡക്ട്സ് ആവശ്യമുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് അതുകൊണ്ടാണ് അനിവാര്യമായിട്ട് വരുന്നത്, എസെൻഷ്യൽ ആയിട്ട് വരുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സ്, ഉൽപാദന പ്രക്രിയ. ഓക്കെ, അപ്പോൾ അത് നടക്കാനായിട്ട് നമുക്ക് കുറേ ഫാക്ടേഴ്സ് വേണം അല്ലെ, കുറേ ഘടകങ്ങൾ വേണം. എന്തൊക്കെയാണ്? യെസ്, ലാൻഡ് വേണം, ഭൂമി വേണം, ലേബർ വേണം, തൊഴിൽ നടക്കണം, തൊഴിലാളികൾ വേണം, ദെൻ ക്യാപിറ്റൽ അല്ലെ. നമുക്ക് ഈ പ്രൊഡക്ഷൻ നടക്കാനുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് വേണം, എക്യുപ്മെന്റ്സ് വേണം, അതിന് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, ചെലവുണ്ടാവും അല്ലെ. അപ്പോൾ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ, ഒരു മൂലധനം വേണം, സീഡ് മണി വേണം. ദെൻ ഇതൊക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കണം അല്ലെ. ഈ ലാൻഡും ലേബറും ക്യാപിറ്റലും ഒക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? സംഘാടന വഴിയാണ്. ഒരു സംഘാടകൻ അല്ലെങ്കിൽ ഒരു സംഘാടകയാണ് അല്ലെ, ഒരു ഓൺട്രപ്രോണർ ആണ് അല്ലെ. യെസ്. സോ ഈ 4 ഫാക്ടേഴ്സ് വെച്ചിട്ട് പ്രൊഡക്ഷൻ പ്രോസസ് അല്ലെ, ഉൽപാദന പ്രക്രിയ നടക്കുന്നു. അതുവഴി നമുക്കൊരു ഉൽപ്പന്നം, ഒരു പ്രൊഡക്റ്റ് ലഭിക്കുന്നു. ക്ലിയർ ആയോ? ഈ ചാപ്റ്റർ നമ്മൾ ഒരു ക്വിക്ക് സമ്മറൈസിംഗ് ആണ് നടത്തിയത് ഇതുവഴി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? ഓൾ റൈറ്റ്. സോ എന്നാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നോക്കിയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ യൂസ്ഡ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് അല്ലേ. നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഹ്യൂമൻ വാണ്ട്സും നീഡ്സും അല്ലെ, നമ്മുടെ മനുഷ്യരുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഉള്ളത് അല്ലെ. അപ്പോൾ ഈ ഗുഡ്സും സർവീസസും അല്ലെ, ഈ സാധനങ്ങളും സേവനങ്ങളും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഹൗ ഡു ദേ ഡിഫർ ഫ്രം ഈച്ച് അതർ? നോക്കിയാലോ. യെസ്. സോ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ, ഗുഡ്സ് എന്താണ്? സാധനങ്ങളാണ് അല്ലെ, നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലെ. സർവീസസ് എന്താണ്? സേവനങ്ങളാണ് അല്ലെ. അപ്പോൾ ഈ ഗുഡ്സ് നമ്മളിലോട്ട് എത്തിച്ചേരാനായിട്ട് അതിൻ്റെ ഒരു മീഡിയം എന്താണ്? ഈ സർവീസ് വഴിയാണ്, ഒരു സേവനം വഴിയാണ് എത്തിച്ചേരുന്നത് അല്ലേ. ഓക്കെ, സോ ഗുഡ്സ് എന്താണ്? ഗുഡ്സ് ആർ ടാഞ്ചിബിൾ അല്ലെ. ടാഞ്ചിബിൾ എന്ന് വെച്ചാൽ എന്താണ്? ദേ ക്യാൻ ബി പെർസീവ്ഡ് ബൈ ടച്ച് അല്ലേ. നോക്കിക്കേ, അപ്പോൾ ഈ പെൻസിൽ അല്ലെ, മിസ് തൊടുമ്പോൾ എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? ഈ സാധനങ്ങൾ എന്നൊക്കെ എന്താണ്? അത് ടാഞ്ചിബിൾ ആണ്, അത് നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും ഒക്കെ പോസിബിൾ ആണ്. ഓക്കെ, ഇനി സർവീസസ്, നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അവ ഇൻടാഞ്ചിബിൾ ആണ്. മിസ് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ, മിസ്സിൻ്റെ ടീച്ചിങ് എന്താണ്? അതൊരു സർവീസ് ആണ്, അതൊരു സേവനമാണ്. ഓക്കെ, ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. പക്ഷെ നിങ്ങൾക്ക് തൊടാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല അല്ലേ. ഓക്കെ, ദെൻ ഗുഡ്സ് ആർ വിസിബിൾ അല്ലെ. ഗുഡ്സ് എന്താണ്? സാധനങ്ങൾ എന്താണ്? കാണാൻ പറ്റുന്നവയാണ്, വിസിബിൾ ആണ് അല്ലേ.
യെസ്, ദെൻ സർവീസസ് ആർ ഇൻവിസിബിൾ. അല്ലെ, നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല അല്ലെ, പക്ഷെ നമുക്കത് അറിയാം അല്ലെ. ഈ പ്രോസസ്സസ് ഒക്കെ കടന്നിട്ടാണ്, ഈ സേവനങ്ങളൊക്കെ വഴിയാണ് നമുക്ക് ഇന്നത് ലഭിക്കുന്നത് നമുക്കറിയാം അല്ലേ. ദെൻ ഗുഡ്സ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. അല്ലേ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം അല്ലെ. ഈ ബുക്സും പെന്നും പെൻസിലും എല്ലാം നമുക്ക് സൂക്ഷിച്ചു വെച്ചൂടെ? നമ്മുടെ ക്ലോത്ത്സ്, നമ്മൾ ഇടുന്ന ഡ്രസ്സ് അല്ലെ, എല്ലാം നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഭാവിയിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെ, സൂക്ഷിച്ചു വെക്കാം അല്ലേ. എന്നാൽ സർവീസ് അങ്ങനെ പറ്റുമോ? സർവീസസ് കെൻ നോട്ട് ബി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ യൂസ് അല്ലേ. അപ്പോൾ ഭാവിയിലെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സേവനത്തെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ഗുഡ്സ് ആർ ഫിസിക്കൽ ഒബ്ജെക്ട്സ് അല്ലേ. ഈ സാധനങ്ങളൊക്കെ എന്താണ്? ഫിസിക്കൽ ആയിട്ടുള്ള ഒബ്ജെക്ട്സ് ആണ്, നമുക്ക് കാണാൻ പറ്റും അല്ലേ, അവയെ നമുക്ക് കാണാൻ പറ്റും. അത് ഫിസിക്കൽ ആയിട്ടുള്ള ഒബ്ജെക്ട്സ് ആണ് അല്ലേ. ഓക്കെ, നമുക്കതിന് ഇമാജിൻ ഒന്നും ചെയ്യണ്ടല്ലോ. എന്താണ്? അത് അങ്ങനെ തന്നെ ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്, ഫിസിക്കൽ ആണ്. ഓക്കെ, ദെൻ സർവീസസ് ആർ ആൻ ആക്ടിവിറ്റി അല്ലെ. സർവീസസ് ആർ ആക്ടിവിറ്റീസ്. സർവീസസ് എന്താണ്? സർവീസ് എന്താണ്? സർവീസ് ഇസ് ആൻ ആക്ടിവിറ്റി അല്ലെ. സേവനം എന്താണ്? അതൊരു പ്രവർത്തനമാണ് അല്ലെ. ഇപ്പൊ മിസ് ടീച്ചിങ് അല്ലെ, മിസ് പഠിപ്പിക്കുന്നത് അതൊരു പ്രവർത്തനമാണ് അല്ലെ. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണോ? അല്ല, അതൊരു ആക്ടിവിറ്റിയാണ്, അതൊരു പ്രവർത്തനമാണ്. ഓൾറൈറ്റ്, ദെൻ ഗുഡ്സ് ക്യാൻ ബി റിട്ടേൺഡ് അല്ലെ. നമുക്ക് സാധനങ്ങളൊക്കെ എന്താണ്? റിട്ടേൺ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നവരാണ് അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസോ നിങ്ങളുടെ സിബ്ലിങ്സോ ഒക്കെ, എൽഡർ ആയിട്ടുള്ള സിബ്ലിങ്സോ ഒക്കെ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം നമുക്കൊരു സാധനം ലഭിച്ചു, ഒരു ഗുഡ് ലഭിച്ചു, എന്തെങ്കിലും ഗുഡ്സ് ലഭിച്ചു. അപ്പം നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്തുകൂടെ? തിരിച്ച് അയക്കാം, തിരിച്ചു കൊടുക്കാം, തിരിച്ചേൽപ്പിക്കാം അല്ലേ. എന്നാൽ സർവീസ് അങ്ങനെയാണോ? സർവീസസ് കെൻ നോട്ട് ബി റിട്ടേൺഡ് ബാക്ക് once they are provided അല്ലെ. സേവനങ്ങൾ ഇപ്പൊ മിസ് ക്ലാസ് എടുക്കുകയാണ്, അപ്പൊ നിങ്ങളത് കേൾക്കുന്നുണ്ട്, എൻ്റെ സർവീസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് വേണ്ട, പറ്റത്തില്ല എന്നുള്ള റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, ക്ലിയർ ആയോ എന്താണ് ഡിഫറൻസ് എന്നുള്ളത്? സർവീസും ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. The responsibility of an organizer is to coordinate the other factors of production substantiate. അല്ല, നമുക്കറിയാം അല്ലേ, നമ്മുടെ നാലാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘാടനം അല്ലെ. അത് ചെയ്യുന്നതാണ് ഒരു സംഘാടകൻ അല്ലെങ്കിൽ ഒരു സംരംഭകൻ, ഒരു ഓർഗനൈസർ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രോണർ അല്ലേ. അപ്പോൾ ആളുടെ ഉത്തരവാദിത്വം എന്താണ്? മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും നല്ല രീതിയിൽ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുക അല്ലെ. ഒരു ഉൽപാദന പ്രക്രിയ നല്ല രീതിയിൽ നടത്തുക, അങ്ങനെ ഒരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ, ഒരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് അല്ലെ. ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസറിന്റെ അൾട്ടിമേറ്റ് മോട്ടീവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എങ്ങനെ നമുക്കതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? The responsibility of an organizer is to coordinate the factors of production of an organization അല്ലെങ്കിൽ in an organization smoothly and achieve land, labor and capital for running entrepreneurial objectives അല്ലേ. അപ്പോൾ എന്താണ് ഒരു ഓർഗനൈസറിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘാടകൻ്റെ ഉത്തരവാദിത്തം എന്താണ്? അതായത് എല്ലാം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകുന്നില്ലേ അല്ലേ. അതുപോലെ തന്നെ ലാൻഡും ലേബറും ക്യാപിറ്റലും ഒക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റഡ് ആയിട്ട് അല്ലേ, അതായത് നമ്മുടെ സംരംഭം നല്ല രീതിയിൽ അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അല്ലേ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ റൈറ്റ് ഡൗൺ ദ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ പാഡി പ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അരി അല്ലെ, അത് നല്ല രീതിയിൽ കൾട്ടിവേഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ സ്റ്റേജസ് ആണ് നടക്കുന്നത്, എന്തൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സസ് ആണുള്ളത്, എന്തൊക്കെ സ്റ്റെപ്പാണുള്ളത്, എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? പ്ലോവിങ് അല്ലെ. പ്ലോവിങ് എന്താണ്? അതായത് ഉഴുത് മറിക്കണം അല്ലെ, നിലം നല്ല ഉഴുന്ന നിലമായിരിക്കണം അല്ലേ. യെസ്, ദെൻ പിന്നെന്താണ്? സോവിങ് സീഡ്സ് ഓർ പ്ലാന്റിങ് സീഡ്ലിങ്സ് അല്ലെ. നമ്മൾ വിത്ത് വിതരണം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ തൈ നടണം അല്ലേ. പിന്നെന്താണ്?
വീഡിങ് അല്ലേ, നമുക്ക് കള പറിച്ചു കളയണം അല്ലേ, അതായത് നമുക്ക് വീട് എന്താണ്, അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അല്ലേ, നമുക്ക് വേണ്ടത് എന്താണ്, നെല്ലാണ് നമ്മൾ നടുന്നത് അല്ലേ, നെല്ലാണ്. അപ്പോൾ അതിന് അനാവശ്യമായിട്ടുള്ള ചെടികൾ അല്ലേ, വീഡ്സ് ഒക്കെ അതിൻ്റെ കൂടെ ഗ്രോ ചെയ്യും. അപ്പോൾ നമ്മൾ അതൊക്കെ പ്ലക്ക് ചെയ്ത് കളയണം. ഓക്കെ, ദെൻ മാന്യൂറിങ് അല്ലേ, നമ്മൾ നല്ല രീതിയിൽ വളമൊക്കെ കൊടുക്കണം അല്ലേ, നമുക്ക് ന്യൂട്രിയൻസ് വേണ്ടി പ്ലാന്റ്സിന്. യെസ്, അപ്പോൾ നമ്മൾ മാന്യൂറിങ് ചെയ്യണം. ദെൻ ത്രഷിങ് അല്ലെ, മെതിക്കലാണ് അല്ലെ, ത്രഷിങ് ചെയ്യണം. ദെൻ കളക്റ്റിംഗ് റൈസ് ഗ്രെയിൻസ് അല്ലെ, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഗ്രെയിൻസിനെ കളക്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്ക് എല്ലാ പതിരൊക്കെ കളഞ്ഞിട്ട് നല്ല നെല്ലാണ് വേണ്ടത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ അല്ലെ, നമ്മുടെ മൂന്നാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം അല്ലെ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ക്യാപിറ്റൽ ഹെൽപ്സ് ദി അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ എന്താണ്, മൂലധനമാണ് അല്ലേ. നമുക്കൊരു ഭൂമി വേണം അല്ലേ, ഭൂമി വേണമെങ്കിലും പിന്നെ ലേബർ, നല്ല രീതിയിൽ തൊഴിൽ നടക്കണം, ലേബറേഴ്സിന് നമുക്ക് വേജ് കൊടുക്കണം, കൂലി കൊടുക്കണം അല്ലേ, നമുക്ക് അതിനു വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് ഉപകരണങ്ങളൊക്കെ വാങ്ങണം. അതിന് എന്താ വേണ്ടത് മക്കളെ? ക്യാപിറ്റൽ വേണം, മൂലധനം വേണം. ഇതൊന്നും ഇല്ലാതെ എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല അല്ലേ. അപ്പം നമുക്ക് ക്യാപിറ്റൽ എന്താണ്, മറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ദെൻ ക്യാപിറ്റൽ എൻഹാൻസ് ദ പ്രൊഡക്ഷൻ സ്കിൽസ് ഓഫ് ദ ലേബറേഴ്സ് അല്ലേ. അതായത് ലേബർ ചെയ്യുമ്പോൾ അല്ലേ, ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണല്ലേ, അപ്പോൾ ഈ തൊഴിലാളികളുടെ ലേബറേഴ്സിൻ്റെ കഴിവുകളെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യും അല്ലെ, നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആക്കും. ആര്? ക്യാപിറ്റൽ. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ഹാസ് മൊബിലിറ്റി അല്ലെ, ക്യാപിറ്റലിന് എന്താണ്, മൊബിലിറ്റി ഉണ്ട്. അത് കൈമാറാൻ പറ്റുന്നതാണ് അല്ലെ, അത് ചലിക്കുന്നതാണ്. ഓക്കെ, യെസ്. ദെൻ വാട്ട് ഈസ് ലേബർ? എന്താണ് തൊഴിൽ? എന്താണ് എങ്ങനെയാണ് തൊഴിൽ നടന്നു അല്ലെ, തൊഴിലാണ്, ഇത് തൊഴിലാണ് നമ്മൾ എങ്ങനെയാ പറയുക? അത് റിവാർഡഡ് ആവുമ്പോൾ അല്ലെ, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു, ഗുഡ്സും സർവീസസും ലഭിക്കുന്നു അല്ലെ. അപ്പോൾ നമുക്ക് എന്താണ്, റിവാർഡ് കിട്ടുന്നുണ്ട് അല്ലെ, ഓരോ ഫാക്ടറിനും ഒരു എന്ത് കിട്ടുന്നുണ്ട്, പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അത് വേജ് ആയിട്ടോ സാലറി ആയിട്ടോ ഇൻട്രസ്റ്റ് ആയിട്ടോ എനിഹൗ നമുക്ക് റിവാർഡ് ലഭിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ റിവാർഡഡ് ആവുമ്പോൾ മാത്രമാണ് തൊഴിലാവുന്നത് അല്ലേ. വൺസ് എനി ഫാക്ടർ ഇസ് റിവാർഡഡ് ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ ലേബർ അല്ലേ. ഓക്കെ, സോ ലേബർ ഇസ് ആൻ ആക്റ്റീവ് ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് അല്ലേ. തൊഴിൽ നടക്കുന്നില്ലെങ്കിൽ ഉൽപ്പന്നം നമുക്ക് ലഭിക്കില്ല അല്ലെ. ഉൽപാദന പ്രക്രിയയിൽ തൊഴിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് സജീവമായിട്ടുള്ള ഒരു ഘടകമാണ്, ആക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടറാണ്. ലേബർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസ് അല്ലേ. അപ്പോൾ തൊഴിൽ എന്താണ് അല്ലെ, തൊഴിലെന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ളത് വേണം അല്ലെ, മാനസികമായിട്ടുള്ളതും ബുദ്ധിപരമായിട്ടുള്ളതും കായികപരമായിട്ടുള്ളത് അല്ലെ, നമ്മുടെ കായിക ശേഷി അല്ലെ, നമ്മുടെ മാൻ പവർ ഒക്കെ അല്ലെ, ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ എല്ലാ കഴിവുകളും അല്ലെ, മാൻ പവർ ഫുള്ള് നമുക്ക് വേണം അല്ലെ, നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിന് കൊടുക്കണം. ഓക്കെ, these skills are used for the production of goods and services and they will be rewarded and that is called as labor അല്ല. അപ്പോൾ നമ്മുടെ ഇൻ്റലക്ച്വലും ദെൻ ഫിസിക്കൽ മെൻ്റൽ ആയിട്ടുള്ള എല്ലാ നമ്മുടെ മാൻ പവർ ഉപയോഗിച്ച് നമ്മളെല്ലാ സ്കിൽസ് ഉപയോഗിച്ച് നമ്മളൊരു കാര്യം ചെയ്യാണ്, നമ്മൾ ഗുഡ്സും സർവീസസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമുക്ക് റിവാർഡ് കിട്ടും അല്ലെ, ഒരു പ്രതിഫലം കിട്ടും അല്ലെ. അപ്പോൾ മാത്രമാണ് അതൊരു ലേബർ ആവുന്നത്, ഒരു തൊഴിലാവുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് കുറേ പ്രൊഡക്റ്റുകൾ ആവശ്യമാണ് അല്ലേ. അപ്പോൾ അത് നിരന്തരമായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഫോറെവർ നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് പെൻ ആവശ്യമുണ്ട്, സ്റ്റുഡൻസ് എന്ന രീതിയിൽ ബുക്സ് ആവശ്യമുണ്ട്, ക്ലോത്ത്സ് വേണം, ഫുഡ് വേണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ, ഉൽപ്പാദന പ്രക്രിയ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ വന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയില്ലേ? യെസ്. സോ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു ആസ്ക്. ഓക്കെ, താങ്ക് യു.